ഈ മൂവിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ദിസ് വാസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്റ്റഡ്. മൂവി നല്ലൊരു മൂവിയാണ്. ഈ ഐ നോബഡി എന്ന് പറയുന്ന പോലെ ഒരു സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാണിക്കുന്നതാണ്. അത് ഏതൊക്കെ രീതിയിലേക്ക് പോകാം എന്ന് നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ശരിക്കും വർക്കായി. കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴാണ് ഞാൻ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവിയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ സെക്കൻഡ് ഹാഫ് അങ്ങനെയല്ല. സെക്കൻഡ് ഹാഫ് സ്ഥിരം നമ്മൾ ബാക്കി മൂവീസൊക്കെ കാണുന്ന പോലത്തെ രീതിയിലാണ് അതിൻ്റെ മേക്കിങ്. പക്ഷെ എന്നാലും മൂവി മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മൂവി നല്ലൊരു മൂവിയാണ്. ബട്ട് ക്ലൈമാക്സ് ഒക്കെ എക്സ്പെക്റ്റബിൾ ആണ്. എന്നാലും എടുത്തു വച്ചേക്കുന്ന രീതി, ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് മെയിൻ തിങ് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പല വിഷയങ്ങളും സംസാരിച്ച് പോകുന്നുണ്ട്. അതൊക്കെ ശരിക്കും നമ്മുടെ റിയാലിറ്റിയാണ്. ഇതുപോലെ ഒരു മൂവിയായിരുന്നു മോളിവുഡ് ടൈംസ്. സോ റിയാലിറ്റി കാണിക്കുന്ന മൂവീസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഇല്ലെങ്കിൽ ഈ മൂവിയുടെ ആക്ഷൻ സീക്വൻസ് നോക്കുമോ, ഇല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ മേക്കിങ്, അങ്ങനെ പല പല ആസ്പെക്ട്സ് ഈ മൂവിനെ ഗംഭീരമാക്കുന്നുണ്ട്. മെയിൻലി ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ ആൻഡ് മ്യൂസിക്. ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പുള്ളിയുടെ മ്യൂസിക് നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഗംഭീര മ്യൂസിക്കാണ്. അതിൻ്റെ ഒപ്പം കയറ്റി വെക്കാൻ പാകത്തിനുള്ള വിഷ്വൽസും കൂടെയാണ് അതിനുള്ളത്. അത് രണ്ടും കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് പോകും കറക്റ്റായിട്ട്. നമുക്ക് ശരിക്കും എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ കാണുന്ന പോലെ ബസ്സിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഗംഭീരമായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റ് മാത്രം നോക്കി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി തീർച്ചയായിട്ടും പോയി കാണാം. സ്റ്റോറി വൈസും നല്ല സ്റ്റോറിയാണ്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റാണ്. ആകെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ സെക്കൻഡ് ഹാഫിൻ്റെ മേക്കിംഗ് സ്ഥിരം കാണുന്ന പോലെ ആയോ എന്നുള്ളത്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, ഒരു നല്ല വേറെ ഒരുപാട് ആക്ടേഴ്സും കൂടെ അടിപൊളിയായിട്ട് അവരുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് വൈസ് ആണെങ്കിലും അടിപൊളിയാണ്. സോ മൊത്തത്തിൽ പിന്നെ 2 കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ മൂവി ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബട്ട് ഇഷ്ടപ്പെടാവുകയും ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഐ തിങ്ക് ദിസ് മൂവി ഇസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ബട്ട് ആക്ഷനും ഫൈറ്റും ഒക്കെ ഉണ്ട്, അത് മതി എന്നാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വേറെ എലമെൻറ്റ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ഡിബേറ്റ് വന്നേക്കാം എന്നാണ് ഞാൻ പറയുന്നത്. മൂവി മോശമാണെന്നല്ല, നല്ലൊരു ഗംഭീര മൂവി എന്ന് തന്നെ പറയണം. സോ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ഇതിൽ കൂടുതൽ ഞാൻ ഒരുപാടൊന്നും പൊലിപ്പിച്ചൊന്നും പറയുന്നില്ല. മൂവി നിങ്ങൾ പോയി കാണുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ളൊരു റിപ്ലൈ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. സോ സീ ഗൈസ് ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.